കാലവർഷം ദുർബലമാകുന്നു. ഇന്ന് 3 ജില്ലകളിൽ മാത്രം മഴ മുന്നറിയിപ്പ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പില്ല. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 64 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇത് നമ്മുടെ നിർഗുണം ചേട്ടനല്ലേ? നിർഗുണം ചേട്ടാ, നിർഗുണം ചേട്ടോ, ചേട്ടോ, ചേട്ടാ, ഇയാള് തന്നെ മിണ്ടാത്ത ചേട്ടോ, ചേട്ടോ. യോ, ഇനി ചത്തു കുത്തിയിരിക്കുന്നത് വല്ലതും ആണോ? ദൈവമേ, യോ, നിർഗുണം ചേട്ടാ, അയ്യോ, പേടിപ്പിച്ച് കളഞ്ഞിലാണോ നോത്തെ? എന്നെ കോപ്പിലെ പരിപാടി കാണിച്ച് ചേട്ടൻ ഇത് എന്നാ കാണിക്കുമായിരുന്നു? വിളിച്ചിട്ടാണെങ്കിൽ കേട്ടതുമില്ല. കണ്ണെന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിമ്മിയാല് മീനെ കിട്ടിയല്ല. എന്നിട്ട് ചേട്ടൻ ഒരു കണഞ്ഞോനെങ്കിലും കിട്ടിയോ? എന്റെ പൊന്നു നിർഗുണം ചേട്ടാ, നിങ്ങൾ ഈ വെയിലും കൊണ്ട് ഇവിടെ നട്ടുകുത്തിയിരിക്കുന്നത് പോലെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആ ഹൈറേഞ്ച് വിലാസിലോട്ട് ചെല്ലു. അവിടെയാണെങ്കിൽ രാവിലെ വള്ളക്കാരുടെ നിന്ന് മേടിക്കുന്ന മീനെ ഉച്ചയ്ക്ക് തീമേശല, പിന്നെ കിടിലം വൈബും. എന്നാ വാടാനത്തെ നമുക്ക് ഹൈറേഞ്ച് വില്ലാസിലേക്ക് പോകാം.